തീർച്ചയായും ഇതിനെതിരെ പരാതി കൊടുക്കണമെന്നുള്ളതാണ്. പരാതി എന്നതിനപ്പുറത്തായി RSSകാരനായ ഇവിടുത്തെ കൗൺസിലറുടെ നാവ് ഇതിന് മാത്രമല്ല, ഇതിനു മുമ്പ് പത്രപ്രവർത്തകർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അദ്ദേഹം ഭരണഘടന തൊട്ടാണ് സത്യം ചെയ്ത് കൗൺസിലറായിട്ടുള്ളത്. ആ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. ഭരണഘടനയെ വെല്ലുവിളിച്ച ഈ കൗൺസിലർ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ പദവി പിൻവലിപ്പിക്കാൻ ഇവിടുത്തെ BJP നേതൃത്വം തയ്യാറാവണം. ഇവിടെ അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇവിടുത്തെ കൗൺസിലർ നടത്തിയിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിലെന്താണ് പറയാനുള്ളത് എന്ന ആഗ്രഹം കൂടി DYFIക്കുണ്ട്. DYFI ഇതിനകത്ത് പരാതി നൽകും. കൗൺസിലർ സ്ഥാനം രാജിവെക്കണം. ഇത്തരത്തിൽ വർഗീയ വിഷമാണ് തുപ്പിയിരിക്കുന്നത്. ആ വർഗീയ വിഷം തുപ്പുന്ന കൗൺസിലർമാരെ, BJPയുടെ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ BJP തയ്യാറുണ്ടോ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ അതിശയോക്തിയില്ല. RSS ദേശീയ പതാകയെ അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ തന്നെ അവർ ദേശീയ പതാകയെ അംഗീകരിക്കില്ല, ദേശീയ ഗാനത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അവരുടെ ലക്ഷ്യം ഇതാണ്. അത് ഇപ്പോഴെങ്കിലും പുറത്തു വന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ ഇതിനു മുമ്പും അത്തരത്തിൽ കിട്ടിയിട്ടുണ്ട്. അധികാരം ലഭിച്ചാൽ എന്തും ചെയ്യാം എന്ന അധികാരത്തിൻ്റെ ഹുങ്കാണ് ഇവിടുത്തെ BJP RSS നേതാക്കൾക്കുള്ളത്. ഇതിന് മുന്നിൽ നിൽക്കുന്ന നഗരസഭയിലാണ് അധികാരം കിട്ടിയ സമയത്ത് അവരിവിടെ കാവി പതാക പൊതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ജയ് ശ്രീറാം എന്ന് പറയുന്ന ബാനറാണ് ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നഗരസഭയിൽ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ ആ സമയത്ത് തന്നെ ഇടപെട്ട് DYFI ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പിൽ ഉയർത്തേണ്ടത് ജയ് ശ്രീറാം അല്ല, അവിടെ ദേശീയ പതാകയാണ് എന്ന് പറഞ്ഞ് ആ പതാക ഉയർത്തിയ പ്രസ്ഥാനത്തിൻ്റെ പേര് DYFI ആണ്. ശിവരാജന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ശിവരാജന്റെ വായ എന്ന് പറയുന്നത് തുറന്നു വെച്ച മാലിന്യ കൂമ്പാരമാണ്. എന്തും വിളിച്ചു പറയാണ്, ആർക്കെതിരെയും എന്തും പറയാന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ BJPയുടെ ഒരു ദേശീയ നിർവാഹക സമിതി അംഗമാണ് അദ്ദേഹം എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. മുൻ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ BJPക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അദ്ദേഹം BJPയുടെ പാനലിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലറാണ്. ഭരണഘടനയെ വിരുദ്ധമായി സംസാരിച്ച അദ്ദേഹത്തിനെതിരായി BJP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ശിവൻകുട്ടിക്കെതിരെ വലിയൊരു അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നിങ്ങൾ SPക്ക് പരാതി. ഇവിടെ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലായിരിക്കും. പക്ഷേ ഒരു പൊതുവേദിയിൽ ഒരു മന്ത്രിയെ ഇങ്ങനെയെല്ലാം അധിക്ഷേപിക്കാമോ? അങ്ങനെ അധിക്ഷേപിച്ചിട്ടുള്ള ഈ ശിവരാജൻ എന്ന് പറയുന്ന കൗൺസിലർ ഏത് തരം രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്? അപ്പോൾ മന്ത്രിയെ അധിക്ഷേപിച്ച, ഭരണഘടനയെ വെല്ലുവിളിച്ച ഈ കൗൺസിലർക്കെതിരായി DYFI പരാതി നൽകും.